നമസ്കാരം. ടാരോട്ട് സ്പിരിച്വൽ ഹീലിംഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് നോക്കുന്നത് നിങ്ങളുടെ പേഴ്സന്റെ കറന്റ് എനർജി എന്താണെന്നുള്ളതാണ്. ഇതൊരു ജനറൽ റീഡിംഗ് ആണ്, ജനറൽസ് ആണ്. നിങ്ങൾ എപ്പോഴാണോ ഈ റീഡിംഗ് കാണുന്നത് അപ്പോൾ മുതലാണ് നിങ്ങൾക്ക് ഇത് വാലിഡ് ആയി തുടങ്ങുന്നത്. അതുപോലെ ഈ റീഡിംഗിൽ നിങ്ങൾക്ക് റിസനേറ്റ് ആവുന്ന കാര്യങ്ങൾ നിങ്ങൾ എടുക്കുക, അല്ലാത്ത കാര്യങ്ങൾ നിങ്ങൾ വിട്ടുകളയാം. അതുപോലെ ലവേഴ്സ് ആയിക്കോട്ടെ, എക്സ്ട്രാ മാരിറ്റൽ അഫെയറുള്ള ആളുകളായിക്കോട്ടെ, എല്ലാവർക്കും ഈ റീഡിംഗ് എടുക്കാവുന്നതാണ്. നിങ്ങൾക്ക് പേഴ്സ് റീഡിംഗ് ആവശ്യമുണ്ടെങ്കിൽ മുകളിൽ കൊടുക്കുന്ന വാട്സ്ആപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ് കേട്ടോ. അപ്പോൾ പോസിറ്റീവ് മൈൻഡ് സെറ്റോട് കൂടി ഇരുന്നിട്ട് റീഡിംഗ് കാണാം. ഫസ്റ്റ് കാർഡ് വന്നിട്ടുള്ളത് ദ ഫുൾ കാർഡാണ്. അതായത് ഈ റിലേഷനിൽ ഒരു പ്രതിസന്ധി അല്ലെങ്കിൽ ഒരു പ്രശ്നം വന്നിട്ടുണ്ടെങ്കിൽ അതിനെ നേരിടാൻ അവര് ഫേസ് ചെയ്യാൻ അവർ തയ്യാറാണെന്നുള്ളതാണ് കാണിക്കുന്നത്. ചിലപ്പോൾ നിങ്ങൾ തമ്മിലൊരു സെപ്പറേഷൻ ആയിരിക്കാം, നിങ്ങൾ തമ്മിലുള്ള ഇഷ്യൂ ആയിരിക്കാം, അതല്ലെങ്കിൽ പുറത്തു നിന്ന് ഒരു പേഴ്സന്റെ ഇടപെടൽ കൊണ്ടുണ്ടായിട്ടുള്ള പ്രശ്നമായിരിക്കാം, അല്ലെങ്കിൽ സാഹചര്യം കൊണ്ടുണ്ടായിട്ടുള്ള ഇഷ്യൂ ആയിരിക്കാം. എന്തായാലും അതിനെ നേരിടാൻ അവര് ഒരുക്കമാണെന്നുള്ളതാണ് കാണിക്കുന്നത്. അവരതിന് തയ്യാറാണ്. എന്ത് പ്രശ്നമായാലും അതിനെ നമുക്ക് ഫേസ് ചെയ്യാം എന്നുള്ളൊരു മാനസികാവസ്ഥയിലാണ് നിങ്ങളുടെ പേഴ്സൺ ഉള്ളത് എന്നാണ് കാണിക്കുന്നത്. പേജ് ഓഫ് കപ്സ് എനർജിയാണ്. പക്ഷെ നിങ്ങൾക്ക് അതിലൊരു വിശ്വാസം ഉണ്ടാവില്ല. കാരണം ഇവര് അങ്ങനെ ഫേസ് ചെയ്യാൻ തയ്യാറാവോ, ഇവര് ഒരു ആക്ഷൻ എടുക്കോ, ചിലപ്പോൾ ഇവര് ഒരു ആക്ഷൻ എടുക്കില്ല എന്നുള്ള ഒരു ചിന്ത കൊണ്ട് തന്നെ ആയിരിക്കാം നിങ്ങൾ തമ്മിലൊരു മാറി നിൽക്കുന്ന സിറ്റുവേഷൻ വരുന്നത്. അപ്പോൾ ഇവിടെ എന്താന്ന് വെച്ചാൽ അവർ കുറച്ച് ചൈൽഡിഷ് ആയിട്ട് ആണ് ഈ റിലേഷൻ നിൽക്കുന്നത് എന്നുള്ളതാണ്. അപ്പോൾ ചൈൽഡിഷ് ആയിട്ടുള്ള ഒരു ബിഹേവിയർ ഉള്ളത് കൊണ്ട് തന്നെ നിങ്ങൾക്ക് എപ്പോഴും ഈ ഒരു പേഴ്സണെ ഈ റിലേഷനെ സീരിയസ് ആയിട്ട് എടുക്കാത്തതായിട്ട്, അല്ലെങ്കിൽ അവരുടെ ഇമോഷൻസ് അവർ എക്സ്പ്രസ് ചെയ്യുന്നില്ല, അത് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റുന്നില്ല, അവരുടെ ഇമോഷൻ എന്താണെന്ന് മനസ്സിലാക്കാൻ പറ്റുന്നില്ല, ഈ റിലേഷൻ ഏത് രീതിയിൽ കൊണ്ടുപോകുന്നു എന്നുള്ളതൊന്നും നിങ്ങൾക്ക് മനസ്സിലാവുന്നില്ല. അപ്പോൾ നിങ്ങളാണെങ്കിൽ ഈ റിലേഷൻ അത്രയും സീരിയസ് ആയിട്ടാണ് കാണുന്നത്. നിങ്ങൾക്ക് ഈ റിലേഷൻ നിങ്ങളുടെ ലൈഫ് ലോങ് വേണം എന്നുള്ള രീതിയിലാണ് നിങ്ങൾ ഇതിനെ കാണുന്നത് എന്നുള്ളതാണ്. പക്ഷെ ഈ പേഴ്സന്റെ ഭാഗത്തു നിന്നുള്ള ഈ ഒരു എന്താ പറയാ ചൈൽഡിഷ് ആയിട്ടുള്ള ബിഹേവിയർ നിങ്ങളെ ഭയങ്കരമായിട്ട് ഡെസ്പാക്കി കളയുന്നുണ്ട് എന്നുള്ളതാണ് കാണിക്കുന്നത് കേട്ടോ. 7 ഓഫ് സോർഡ്സ് എനർജിയാണ് കാണിക്കുന്നത്. അതായത് ഇവിടെ നിങ്ങളും നിങ്ങളുടെ പേഴ്സണും തമ്മിൽ മുൻപ് ഉണ്ടായിട്ടുള്ള വിഷയങ്ങൾ, അതായത് നിങ്ങൾ തമ്മിൽ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതേക്കുറിച്ച് നിങ്ങൾ എപ്പോഴും ചിന്തിക്കുന്നുണ്ട് എന്നുള്ളതാണ്. കാരണം അത് ബേസ് ചെയ്തിട്ടാണ് നിങ്ങൾ റിലേഷൻ കൊണ്ടുപോകുന്നത്. അപ്പോൾ റിലേഷനിൽ എന്തെങ്കിലും പ്രശ്നം വരുമ്പം മുൻപ് പേഴ്സൺ ഇങ്ങനെയൊക്കെ എന്നോട് പെരുമാറിയിട്ടുണ്ട്, അപ്പോൾ ചിലപ്പോൾ ഇനിയും അതുപോലെയുള്ള സിറ്റുവേഷൻസ് ആയിരിക്കാം ഉണ്ടാവുന്നുണ്ടാവുക, അല്ലെങ്കിൽ അവരന്ന് അങ്ങനെയാണ് ചെയ്തത്. അപ്പോൾ അതുകൊണ്ട് അവരുടെ ഭാഗത്തുനിന്ന് നിങ്ങൾ ഒരു പോസിറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ പ്രതീക്ഷിക്കാതെ ഒരു നെഗറ്റീവ് തിങ്കിങ്ങിൽ മുന്നോട്ട് പോകുന്ന ഒരു എനർജിയാണ് കാണിക്കുന്നത്. എല്ലാ കാര്യത്തിലും നിങ്ങൾ മുന്നോട്ട് ഒരു നെഗറ്റീവ് ആയിരിക്കും ഉണ്ടാവുക എന്നുള്ള ഒരു പേടിയിൽ റിലേഷനുമായിട്ട് മുന്നോട്ട് പോകുന്ന ഒരു എനർജിയാണ് കാണിക്കുന്നത്. അങ്ങനെ ഒരു പെയിൻഫുൾ ആയിട്ട് അല്ലെങ്കിൽ ഒരു പേടിച്ച് റിലേഷനെ നിങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാതിരിക്കുക. നിങ്ങൾക്ക് ഈ റിലേഷനിൽ നിങ്ങളുടെ പേഴ്സൺ നിങ്ങൾക്ക് റെസ്പെക്ട് തരുന്നു, വാല്യൂ തരുന്നു, അവർ നിങ്ങൾക്ക് വേണ്ടത്ര പരിഗണന തരുന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് ആ ഒരു പേഴ്സണോട് നിങ്ങൾ ഈ റിലേഷൻ നിങ്ങൾ ഒരു പോസിറ്റീവായിട്ടുള്ള രീതിയിൽ എടുക്കുകയും അവരുമായിട്ടുള്ള കണക്ഷൻ ആ രീതിയിൽ കാണുകയും ചെയ്യണം. അല്ലാതെ നിങ്ങളൊരു നെഗറ്റീവ് മൈൻഡ് സെറ്റിലൂടെയാണ് പോകുന്നതെന്നുണ്ടെങ്കിൽ അത് നിങ്ങളുടെ റിലേഷനെ നെഗറ്റീവായിട്ടായിരിക്കും കംപ്ലീറ്റ് ആയിട്ട് ബാധിക്കുന്നത്. അപ്പൊ അങ്ങനെ ബാധിക്കാതിരിക്കാൻ നിങ്ങളുടെ ഭാഗത്തുനിന്ന് പരമാവധി നിങ്ങൾ ശ്രമിക്കണം എന്നുള്ളതാണ് കേട്ടോ. 2 ഓഫ് പെന്റിക്കിൾസ് എനർജിയാണ്. ഇവിടെ കൺഫ്യൂഷൻ ആണ് കാണിക്കുന്നത്. ഇവിടെ നിങ്ങൾക്ക് ഒരു കൺഫ്യൂഷൻ ഉണ്ട് ഈ റിലേഷൻ മുന്നോട്ട് കൊണ്ടുപോകണോ വേണ്ടയോ എന്നുള്ളത്. കാരണം ഇതിൽ ഇഷ്യൂസ് വരുന്നു, നിങ്ങളുടെ പേഴ്സന്റെ ഭാഗത്തു നിന്ന് ഒരു സീരിയസ് ആയിട്ടുള്ള അപ്രോച്ച് ഉണ്ടാവുന്നില്ല. അപ്പോൾ ഈ റിലേഷനെ എനിക്ക് ആപ്റ്റ് ആണോ, ഇത് ഞാൻ കൊണ്ടുപോകുന്നതിൽ കാര്യമുണ്ടോ, അങ്ങനെ നിങ്ങൾ കൺഫ്യൂസ്ഡ് ആയിട്ട് ഈ റിലേഷനെ ഹാൻഡിൽ ചെയ്യുന്നതായിട്ട് കാണുന്നുണ്ട് കേട്ടോ. ഏസ് ഓഫ് സോർഡ്സ് എനർജിയാണ്. ഇവിടെ നിങ്ങളുടെ പേഴ്സന്റെ ഭാഗത്തു നിന്ന് ഒരു ആക്ഷൻ ഉണ്ടാവുന്നതായിട്ടാണ്. ഒരു പോസിറ്റീവ് ആയിട്ടുള്ള അപ്രോച്ച് നിങ്ങളുടെ പേഴ്സന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാവും എന്ന് തന്നെയാണ് കാണിക്കുന്നത്. ഇപ്പം യൂണിവേഴ്സ് ആയിട്ട് തന്നെ നിങ്ങളുടെ പേഴ്സൺ അങ്ങനെ ഒരു ആക്ഷൻ എടുക്കാനുള്ള അവർക്ക് അങ്ങനെ ഒരു ടെൻഡൻസി ഉണ്ടാവുന്നതായിട്ടാണ് കാണുന്നത്. അവർ ആക്ഷൻ എടുക്കും എന്നുള്ളതാണ്. മാത്രമല്ല അവര് സത്യം പറഞ്ഞാൽ ചൈൽഡിഷ് ആയിട്ട് ബിഹേവ് ചെയ്യുന്നു എന്നുള്ളത് കൊണ്ട് അവർക്ക് നിങ്ങളോട് സ്നേഹമില്ല എന്നുള്ള അർത്ഥമല്ല. അവർക്ക് നിങ്ങളോട് സ്നേഹമുണ്ട്. അപ്പം ഈ റിലേഷന് കൈവിട്ടു പോകും, അല്ലെങ്കിൽ ഇതെന്റെ കയ്യിൽ നിന്ന് നഷ്ടമാവുന്ന ഒരു ചിന്ത വരുന്ന സമയത്ത് അവരെന്തായാലും ഉറപ്പായിട്ട് ഒരു ആക്ഷൻ എടുക്കും. ആ ഒരു ആക്ഷൻ എടുക്കുന്ന സിറ്റുവേഷൻ തന്നെയാണ് ഇവിടെ കാണിക്കുന്നത് കേട്ടോ. ഏസ് ഓഫ് കപ്സ് എനർജിയാണ്. അവരത്രയും ആത്മാർത്ഥമായിട്ടും ഇന്റൻസ് ആയിട്ടും നിങ്ങളെ സ്നേഹിക്കുന്നു, പ്രണയിക്കുന്നു എന്നുള്ളതാണ് കാണിക്കുന്നത് കേട്ടോ. അവര് ആത്മാർത്ഥമായിട്ട് തന്നെയാണ് ഈ റിലേഷൻ നിൽക്കുന്നത്. സത്യം പറഞ്ഞാൽ നിങ്ങൾക്ക് ഇവരുടെ ആത്മാർത്ഥതയിലൊക്കെ ഡൗട്ട് ഉണ്ടായിട്ടുണ്ടായിരിക്കാം.
ഇവരുടെ പ്രവർത്തികള്, ഇവര് സംസാരിക്കുന്ന രീതികള്, അതിൽ നിന്നൊന്നും നിങ്ങൾക്ക് ഇവർ എത്രമാത്രം സീരിയസ് ആണ്, ഈ റിലേഷനെ എത്രത്തോളം അവര് ഇന്റൻസ് ആയിട്ട് എടുക്കുന്നു എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടാവില്ല. പക്ഷെ അവർ ആത്മാർത്ഥമായിട്ടാണ് ഈ റിലേഷനെ കാണുന്നതെന്നാണ് കാണിക്കുന്നത്. അപ്പൊ നമുക്ക് കുറച്ച് മെസ്സേജ് കാർഡ് നോക്കാം. ഗെറ്റ് മോർ ഇൻഫർമേഷൻ എന്നാണ് കാണിക്കുന്നത്. ഈ റിലേഷനെ ബേസ് ചെയ്യുന്ന കൂടുതൽ കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. നിങ്ങളുടെ പേഴ്സന്റെ ഒരു ആക്ഷൻ, അവർ എത്രമാത്രം ഈ റിലേഷനെ സീരിയസ് ആയിട്ട് കാണുന്നു, അവർക്ക് ഈ റിലേഷനിൽ എത്രമാത്രം ഇൻട്രസ്റ്റ് ഉണ്ട് എന്നുള്ളതൊക്കെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും മുന്നോട്ട് എന്നാണ് കാണിക്കുന്നത്. ഇഫ് യു ബിലീവ് എന്ന് കാണിക്കുന്നുണ്ട്. അതായത് നിങ്ങൾ ഈ റിലേഷനിൽ എത്രമാത്രം വിശ്വസിക്കുന്നുണ്ട്, എത്രമാത്രം ട്രസ്റ്റ് നിങ്ങൾക്കുണ്ട്, നിങ്ങൾ ആ ഒരു വിശ്വസിക്കുന്നതിനനുസരിച്ചാണ് നിങ്ങളുടെ ലൈഫിൽ കാര്യങ്ങൾ ക്രിയേറ്റഡ് ആവുന്നത്. നിങ്ങൾ നെഗറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളാണ് യൂണിവേഴ്സിലോട്ട് കൊടുക്കുന്നത്, നെഗറ്റീവ് തിങ്കിങ് ആണ്, നമ്മുടെ മനസ്സ് ശരിയല്ല, നമ്മുടെ മനസ്സിൽ നെഗറ്റീവ് തോട്ട്സ് ആണ് വന്നുകൊണ്ടിരിക്കുന്നതെന്നുണ്ടെങ്കിൽ നമ്മുടെ മനസ്സ് മലിനമാണെന്നാണ് അതിന്റെ അർത്ഥം. ഓക്കെ, അപ്പൊ നമ്മൾ പോസിറ്റീവായിട്ട് ചിന്തിക്കാൻ ശ്രമിക്കാം. അത് ഇപ്പം ഓരോരുത്തരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. നമ്മൾ നോർമലി നമ്മൾ കുട്ടിക്കാലം മുതൽ അങ്ങനെയാണ് നമ്മളെ വളർത്തിക്കൊണ്ട് വരുന്നത്. അത് ചെയ്യരുത്, ഇത് ചെയ്യരുത്, അത് തെറ്റാണ്, ഇത് തെറ്റാണെന്നും പറഞ്ഞിട്ടാണ് നമ്മളെ വളർത്തിക്കൊണ്ടുവരുന്നത്. പ്രത്യേകിച്ച് സ്നേഹം തന്നെ ഒരു തെറ്റാണല്ലോ. ഒരാളെ സ്നേഹിക്കുക എന്ന് പറയുന്നത് ഒരു മഹാ അപരാധമായിട്ടാണ്. ആ രീതിയിലാണ് നമ്മൾ പഠിച്ചു വെച്ചിട്ടുള്ളത്, ആ രീതിയിലാണ് നമ്മൾ അതിനെ കാണുന്നതും. അപ്പൊ അതുകൊണ്ടുള്ള പ്രശ്നങ്ങളൊക്കെ എല്ലാവർക്കും ഉണ്ടാവാം. പക്ഷെ നമ്മൾ പരമാവധി നമ്മളെ മാറ്റിയെടുക്കാൻ ശ്രമിക്കുക എന്നുള്ളതാണ് കേട്ടോ. അപ്പോൾ നമുക്ക് കുറച്ച് ക്ലൂസ് കൂടി നോക്കാം. ആയിരത്തി 1993 ചോതി, ആയില്യം, അവിട്ടം, ജൂലൈ 1985, മകീര്യം, ഭരണി, ലെറ്റർ ജെ, പൂയം, ലെറ്റർ ഒ, ലെറ്റർ എം, ലെറ്റർ വൈ, ജനുവരി. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു റീഡിങ് ഇഷ്ടമാണെന്ന് വിചാരിക്കുന്നു. താങ്ക് യു.